നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു വൃശ്ചിക മാസം കൂടി അങ്ങനെ സമാഗതമായിരിക്കുകയാണ്. പാരമ്പര്യത്തിൻ്റെ തനിമ വിളിച്ചോതിക്കൊണ്ട് എൻ്റെ നാട്ടിലെ, അതായത് പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവിലെ വൃശ്ചിക മാസത്തിലെ കാർഷിക വിപണന മേളയും ആരംഭിച്ചിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ സമയത്ത് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. മെയിനായിട്ട് ഇവിടെ വിൽക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്കസ്രാവാണ്. ഉണക്കസ്രാവും ഉണക്ക മീനുകളുമാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം. ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉണക്കമീൻ കച്ചവടം ഇവിടെ നടന്നു വരുന്നത്. എല്ലാ വർഷവും വൃശ്ചികം 1-ാം തീയതിയാണ് ഇവിടെ ഇങ്ങനെയൊരു വിപണന മേള നടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിന് ഇരുവശത്തുമായിട്ടും കച്ചവടങ്ങളൊക്കെ വന്ന് നിരന്നിട്ടുണ്ട്. ഈ വർഷം ഡിസംബർ 1-ാം തീയതി വരെയാണ് ഈ വിപണന മേള ഇവിടെ നടക്കുന്നത്. ക്ഷേത്ര കവാടത്തിന് വെളിയിലായിട്ട് ആര് കണ്ടാലും നോക്കുന്ന സൗന്ദര്യം തുളുമ്പുന്ന വിഗ്രഹങ്ങളുമായിട്ട് അന്യസംസ്ഥാന കച്ചവടക്കാർ ഇവിടെ സജീവമായിട്ടുണ്ട്. ചേട്ടാ, എല്ലാ വർഷം ഇവിടെ വരുന്നതാണോ? ഞങ്ങൾ വർഷങ്ങൾ 4-ാം തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതൽ ഞങ്ങളുടെ വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 60 വർഷത്തിൻ്റെ ഇതുണ്ട്, പാരമ്പര്യമുണ്ട് നമുക്കിവിടെ. സ്രാവ് എന്ന് പറയുമ്പോഴത്തേക്ക് തെല്ലൂർക്കാവിൽ ഒരു ആചാരം, നമ്മളൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തെല്ലൂർക്കാവ് വരുന്നത്. ഇത് ലാഭം ഉദ്ദേശിച്ചല്ല. എല്ലാ വർഷവും വൃശ്ചിക മാസം നമ്മളിവിടെ വരുന്നത് നമ്മളൊരു ആചാരമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന തെല്ലൂർക്കാവ് വരുന്ന ജനങ്ങൾ ഈ സ്രാവ്, ഒരു 1/2 കിലോ സ്രാവ് അവനവൻ്റെ ഭവനത്തിൽ എത്തണമെന്നുള്ള അവരുടെ ഒരു ആഗ്രഹവും അവർക്കൊരു ഐശ്വര്യവുമാണ്. ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തെല്ലൂർക്കാവ് സ്രാവ് വാങ്ങിക്കാൻ പറ്റുന്നത്. സ്രാവില്ലെങ്കിൽ തെല്ലൂർക്കാവില്ല. കറക്റ്റാണ്. അതെ. പാൽസ്രാവിന് 500, 550, 600. ഈ പാൽസ്രാവ് എന്ന് പറയുന്നത് പാൽസ്രാവ് എന്ന് പറയുമ്പോൾ കടലിൽ പ്രത്യേകതരം ഒരു സ്രാവുണ്ട്. സ്രാവ് കേരളത്തിൽ കടലിൽ 3 തരമുണ്ട്. അതിനകത്ത് പാൽസ്രാവ്, വേറെ സ്രാവുകൾ പിടിക്കുന്ന സ്രാവുകൾ ഞങ്ങൾ കടലിൽ തന്നെ തിരിച്ചു കളയും. അത് പാൽസ്രാവ് ആണെങ്കിൽ മാത്രമേ കരയിലോട്ട് പിടിക്കത്തുള്ളൂ. അതാണ് പാൽസ്രാവ്. തെല്ലൂർക്കായി വരുന്ന മൊത്തം പാൽസ്രാവായി. ശരി. ഈ പ്രാവശ്യം നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ പൂക്കി എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. പൂക്കി, നമ്മുടെ അപ്പുറത്തേക്കുന്ന പൂക്കി, അദ്ദേഹം ദുബൈയിലാണ്. എല്ലാ വർഷവും ഈ സ്രാവ് മേളയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും അയാളുടെ വൈഫ് ദുബൈയിലാണ്. വൈഫിനെ അവിടെ നിർത്തിയിട്ട് 10 ദിവസത്തേക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. വരുന്ന ആളാണോ? അതാണ് ടീച്ചർ. അദ്ദേഹമാണ് പൂക്കി. അത് ശരി. നല്ല വെള്ളസ്രാവ് വരെ വാ. അയിലുണ്ട്, പരവമുണ്ട്, കൊഞ്ചുണ്ട്, നങ്കുണ്ട്, തെള്ളിയൂർക്കാവിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പം മറക്കണ്ട, ഡിസംബർ 1 വരെ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.